നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം. ഹരയേ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരതി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥ്യോ വ്രജോയം. ഓം ശ്രീ ഭട്ടപാദമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവ ആശ്രയാമ. ഗുരുവായൂരപ്പാ പ്രസാദിക്കണേ. സത്വം യത്തൽപരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവൽ ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശഃ ശ്രൂയത്തെ വ്യാസവാക്യം. തൽസ്വച്ഛത്വാൽ യദാച്ഛാദിതപരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം സാധിക്കണേ. കഴിഞ്ഞ ശ്ലോകത്തില് മേൽപ്പത്തൂർ എന്താ പറഞ്ഞത്? നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവ ആശ്രയാമഹ. നിശേഷാത്മാവായ ഗുരുവായൂരപ്പനെ വിശ്വപീഡാപഹതിക്കായിക്കൊണ്ട് ഞങ്ങള് ആശ്രയിക്കുന്നു. താവദ്വയന്തോ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആശ്രയിക്കുന്നു എന്നല്ല, ഞങ്ങള് ആശ്രയിക്കുന്നു. അവിടെയാണ് മേൽപ്പത്തൂരിന്റെ ആ ക്രാന്തദർശിത്വം. എന്താണത്? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നാരായണീയം രചിച്ച് ഭഗവാന്റെ പാദങ്ങളില് അങ്ങോട്ട് സമർപ്പിക്കും. അത് കഴിഞ്ഞ് പിന്നീട് ഈ നാരായണീയം എടുക്കാൻ വായിക്കാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും, നാരായണീയക്കാര്. ആ നാരായണീയം വായിക്കുന്നവർ അവരാണ് മേൽപ്പത്തൂരിന്റെ പിൻഗാമികള്. അതുകൊണ്ടാണ് അദ്ദേഹം ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞത്. നമ്മളെ എല്ലാവരും കൂടെ ഉദ്ദേശിച്ചിട്ടാവാം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. എന്താ ആ നിശേഷാത്മാവിന്റെ അഥവാ നിശേഷാത്മാവായ ഗുരുവായൂരപ്പന്റെ പ്രത്യേകത? നിശേഷാത്മാവ് എന്ന് പറഞ്ഞാൽ സർവ ചരാചരങ്ങളിലും ചൈതന്യമായി നിറഞ്ഞു നിൽക്കുന്നത് പോരാ, ഈ ഗുരുവായൂരപ്പനല്ലാതെ വിവിധ ഭാവങ്ങളിൽ ഇന്ന് നാം അറിയുന്ന എല്ലാ ഈശ്വരഭാവങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറയണം. കാരണം ഒരേ ചൈതന്യത്തെയാണ് നമ്മൾ നമ്മുടെ മനസ്സിന്റെ പ്രത്യേകതയ്ക്ക് അനുസരിച്ച് വിവിധ ഭാവങ്ങളില് ആരാധിക്കണത്. നമ്മുടെ ഓരോരോ ആവശ്യങ്ങൾക്കായാണ് അങ്ങനെ ചെയ്യണത്. ഭാഗവതത്തിൽ കാണാം ഇതേ ആശയത്തെ. എന്താണത്? കാണാൻ നല്ല സൗന്ദര്യം ഉണ്ടാവണമെന്ന് വിചാരിക്കുക. രൂപാഭികാമോ ഗന്ധർവാൻ, ഗന്ധർവനെ ഭജിക്കണം എന്നാണ്. വിദ്യ ഉണ്ടാവണോ? വിദ്യാ കാമസ്തു ഗിരിശം, മഹാദേവനെ ദക്ഷിണാമൂർത്തി ഭാവത്തില് ഭജിക്കണം.
ഇനി ദാമ്പത്യം നേരെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിലോ ദാമ്പത്യാർത്ഥമുമാം സതീം പാർവതീ പരമേശ്വരന്മാരെ ഭജിക്കണം. എന്നാൽ ഒരാൾക്ക് ഇതെല്ലാം വേണം, അതും പോരാ, ഇനി എന്തൊക്കെയാണ് വേണ്ടത് എന്ന് അയാളോട് ചോദിച്ചാൽ ഒരവസാനം ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ കാര്യം തന്നെയാണ്, ആഗ്രഹങ്ങൾക്ക് ഒരു അവസാനമില്ല. അതും വേണം, ഇതും വേണം, അങ്ങനെ ഉണ്ടാവണം, ഇതിങ്ങനെ നേരെയാവണം, അങ്ങനെ തുടങ്ങിയിട്ട് അതിനൊരു അവസാനമില്ല. അങ്ങനെ ഉള്ളവര്, നമ്മളെപ്പോലുള്ളവരെ ആരെ ഭജിക്കണം? ഇതേപോലെ തന്നെ ഒരു ആഗ്രഹമില്ലാത്തവരെ, ശ്രീ സുഖബ്രഹ്മർഷി, അതുപോലെ നാരദാദികളെ പോലുള്ളവരാരെ ഭജിക്കണം? ഒരു സംശയവും വേണ്ട, ഒരു സംശയത്തിനിടയില്ല. പരബ്രഹ്മസ്വരൂപനായ ഈ ഗുരുവായൂരപ്പനെ മാത്രം ഭജിക്കണം. അതാണ് അകാമ സർവകാമോവാ മോക്ഷകാമ ഉദാരഥീ തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം. അതാണ് നിശേഷാത്മാവായ ഗുരുവായൂരപ്പനെ ഭജിക്കൂ. ഈ ഭഗവാനെ ആശ്രയിച്ചാലോ എന്താ കഥ? എല്ലാ ഈശ്വരന്മാരും അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് യുധിഷ്ഠിര മഹാരാജാവിന്റെ രാജസൂയത്തില് അഗ്രാസന പൂജ എന്ന് വന്നപ്പോ അന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ ആണ് ആരാധിച്ചത്. അന്ന് സഹദേവൻ പറഞ്ഞത് ഈ ശ്രീകൃഷ്ണനെ ആരാധിക്കൂ എന്നാണ്. ഈ ശ്രീകൃഷ്ണ ഭഗവാൻ സന്തോഷിച്ചാൽ പിന്നെ സന്തോഷിക്കാത്ത ഒരു ഈശ്വര ചൈതന്യം വേറില്ല. അതാണ് എന്റെ കാര്യം. ഇത് അങ്ങനെയുണ്ടോ? സംശയിക്കാനൊന്നുമില്ല, 100% ശരിയാണത്. ഇത് പ്രത്യക്ഷത്തിൽ കാണിച്ചു തരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഗുരുവായൂരപ്പന്റെ അമ്പലം. കാരണം ഈ ഉദാഹരണങ്ങൾക്കൊക്കെ ഗുരുവായൂരപ്പന്റെ അമ്പലം തന്നെയാണ് ആശ്രയിക്കേണ്ടത്. കാരണം എന്താ? നാരായണീയത്തിന്റെ ഈറ്റിലാണ് ഗുരുവായൂര്, ആ ക്ഷേത്രം. അപ്പോ പരമാവധി ഉദാഹരണങ്ങൾ അവിടുന്ന് തന്നെയാണ് വേണ്ടത്. നമ്മള് അമ്പലത്തില് ഗുരുവായൂരപ്പനെ തൊഴാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പ്രവേശിച്ച് ഭഗവാനെ തൊഴുത് ആ പ്രസാദമൊക്കെ വാങ്ങിച്ച് വടക്കൻ നടയിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് കിടക്കും, ഗണപതിയൊക്കെ തൊഴുതിട്ട്. അതിനുശേഷം ഭഗവാന്റെ ഇടത്ത് ഭാഗത്ത് പ്രശോഭിക്കുന്ന ആ ഭഗവതിയെ, ഇടത്തരികത്തമ്മ എന്നാണ് അറിയപ്പെടുന്ന ചെയ്യണത് ആ മഹാദേവി ജഗദംബിക, ആ ഭഗവതി അങ്ങോട്ട് ദർശിക്കും. അങ്ങനെ പ്രദക്ഷിണമായി വന്ന് ദേവിയുടെ വടക്ക് കിഴക്കേ മൂലയിൽ എത്തിയാൽ കാണാം അനേകം ആൾക്കാര് ആ മൂലയിൽ ചെന്ന് ഒന്ന് വട്ടത്തിൽ തിരിഞ്ഞ് വടക്കോട്ട് നോക്കിയിട്ട് ഒന്ന് മുകളിലേക്ക് അങ്ങനെ നോക്കുന്നുണ്ട്, അങ്ങനെ തൊഴുകുന്നുണ്ട്. എന്തോ ജപിക്കണതും കാണാം. അത് കഴിഞ്ഞ് ഭഗവതിയുടെ കിഴക്കോട്ടുള്ള വാതിൽ കൂടെ പല ആൾക്കാരും പുറത്തേക്കും കിടക്കണത് കാണാം, പുറത്തേക്ക് പോവുകയും ചെയ്യും. അധിക കൊല്ലങ്ങളൊന്നും ആയിട്ടില്ല, കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പൊ എന്തുണ്ട്? ഈ ഗതാനുഗതികത്വന്നുണ്ടേ. ഒരാൾ അവിടെ കിടന്ന് വട്ടത്തിരിന്ന് കണ്ടാൽ പിന്നെ എന്തുണ്ട്? നമ്മളും അതുപോലെ തന്നെ ചെയ്യും. അതുപോലെ ഒരാൾ എവിടെയെങ്കിലും ഒന്ന് തൊട്ടു തലയിൽ വെച്ചാൽ എന്താണ് കഥ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മളും അവിടെ ചെന്നിട്ട് തൊട്ടു തലയിൽ വെക്കും. ഇപ്പൊ എന്തിനെ തൊട്ട് തലയിൽ വെച്ചതെന്ന് ഈ അയാളോട് ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവില്ല. മറ്റാള് ചെയ്യണത് കണ്ടു, ഞാനും അതുപോലെ ചെയ്തു എന്നാണ്. ഇങ്ങനെ വന്നപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ എന്തായിരുന്നുണ്ടെങ്കിൽ ഇത് എന്തിനാ അവിടെ കിടന്നിട്ട് ഇങ്ങനെ വട്ടത്തിരിയണത് എന്നുള്ളത്, ഗുരുവായൂരപ്പനും ജഗദംബികയും തൊഴുകണത് എന്തിനാ? വട്ടത്തിരിച്ചില് മാറ്റണേന്ന് പറഞ്ഞിട്ടാണ്. അത് കഴിയുമ്പോ ഈ ജഗദംബികയും തൊഴുത് കഴിയുമ്പോ അവിടെ കിടന്ന് മൂലയെ കിടന്ന് വട്ടത്തിരിയണ എന്തിനാ? അപ്പൊ ഇത് മനസ്സിലാക്കിക്കോട്ടെ എന്നും പറഞ്ഞ് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ കാണാം അവിടെ മൂലയിൽ ഒരു ബോർഡ്. ആ മഹാദേവനെ അവിടെ നിന്ന് തൊഴുകണത്. നമ്മളവിടെ തിരിഞ്ഞ് തൊഴുകണത് മമ്മിയൂരപ്പനെയാണ്, മഹാദേവനെയാണ് തൊഴുകണതേ. അത് ഏത് കാലം മുതൽക്കാ? അത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ആചാര്യം പറഞ്ഞു തരുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവുക. നടക്കാൻ വയ്യാത്ത ഏതോ ഒരാള് ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ്
അന്നൊക്കെ എന്താണെന്നുണ്ടെങ്കിൽ വഴി നടന്ന് ശീലമുള്ള ആൾക്കാര് നമ്മളെപ്പോലെ 2 മിനിറ്റ് നടക്കാനും വണ്ടി എടുത്തിട്ട് പോവല്ല ചെയ്യവര്. ഇന്നിപ്പോ നമ്മൾ അങ്ങനെയാണ്. പുറത്തേക്ക് കാലെടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അത് വണ്ടിയുടെ ഉള്ളിലേക്ക് ആവണം എന്നാണ്. അതുകൊണ്ട് എന്തുണ്ട്, നടക്കുക എന്നുള്ളത് വിചാരിക്കാൻ വയ്യ. പണ്ടത്തെ ആൾക്കാർ അങ്ങനെയല്ല. ആ ഗുരുവായൂരപ്പനെ തൊഴുകും, അത് കഴിഞ്ഞാൽ ആ മമ്മിയൂരപ്പനെ പോയി തൊഴുകും. അങ്ങനെയൊക്കെയാണ് ഒരു സമ്പ്രദായം. വേണ്ടതൊക്കെ അങ്ങനെയാണ്. ചുരുക്കം ചില ആൾക്കാർ ഇന്ന് കാണാം. എന്നാൽ പല ആൾക്കാരൊക്കെ അത് സാധിക്കാറില്ല. എന്നപ്പോ ഇത് ആരെ തടങ്ങി വെച്ചിട്ടുണ്ടാവുക? അതാണ് ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു സംശയവും വേണ്ട, മേൽപ്പത്തൂരന്നെവും ഇത് തടങ്ങി വെച്ചിട്ടുള്ള ആള്. തോന്നൽ അങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തെ ഈ ഉച്ചപൂജയുടെ ആവുന്നത് വരെയാണ് ഇദ്ദേഹത്തിന്റെ ഈ രചന, നാരായണീയം രചന. അത് കഴിഞ്ഞാൽ അദ്ദേഹം പതിവ് എങ്ങനെയാണ് എങ്കിൽ ആ വടക്കേ ചിറയിൽ, ആ തീർത്ഥകുളത്തില് ചിറയില് ഇറങ്ങി കയ്യും കാലൊക്കെ ഒന്ന് കഴുകി ആ ഭഗവതിയെ തൊഴുകും. ഭഗവതിയെ തൊഴുതു കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് ശംഭോ മഹാദേവ എന്നും പറഞ്ഞ് 1 വട്ടത്തിൽ തിരിയും. അത് കഴിഞ്ഞാൽ ഇത്രയൊക്കെ ആകുമ്പോഴേക്ക് എന്തായി? ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജ നട നൈവേദ്യം കഴിഞ്ഞ് നട തുറക്കും. അദ്ദേഹം ഭഗവാനെ തൊഴുത് നമസ്കരിച്ച് അദ്ദേഹത്തിന്റെ സാധാരണ പോലെ പ്രസാദമൊക്കെ സ്വീകരിച്ച് തിരിച്ച് വിശ്രമ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യും. ഇത് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ് ആ മമ്മിയൂരപ്പനെ പോയി തൊഴുകാൻ എളുപ്പം. നമ്മളെന്താ, നമ്മുടെയൊക്കെ സമ്പ്രദായം ഏറ്റവും എളുപ്പം എന്താണോ അതാണല്ലോ നമ്മൾ നോക്കുക. അപ്പൊ മമ്മിയൂരപ്പനെ അവിടെ നിന്നിട്ട് അങ്ങനെ തൊഴുകും. എന്നാലോ മമ്മിയൂരപ്പന്റെ ഉച്ചപൂജ കഴിയണത് എപ്പോഴാ ചിന്തിക്കേണ്ടതുണ്ട്. 12:30 1 മണിയോട് കൂടിയിട്ട് അവിടെ ഉച്ചപൂജ കഴിഞ്ഞ് മമ്മിയൂരപ്പന്റെ മഹാദേവന്റെ നടടയ്ക്കും. എന്നാൽ നമ്മുടെ ഗുരുവായൂരപ്പന്റെ കഥയോ ഇതൊന്നുമല്ല. 2 മണി എന്നുണ്ടായിരുന്നത് പല സന്ദർഭത്തിൽ ഇപ്പൊ 3 മണി വരെ ആക്കിയിട്ടുണ്ട്. തൊഴുതോട്ടെ, എന്നെ പറ്റുന്ന ആൾക്കാർ മുഴുവൻ ഒന്ന് ദർശിച്ചോട്ടെ, ഇതന്നെയാണ് അദ്ദേഹത്തിന്റെ ആ കരുതലെന്ന് തോന്നും. അപ്പൊ 3 മണിയാവും പല സന്ദർഭത്തിൽ ഉച്ചയ്ക്കടയ്ക്കാൻ. ഇനിയിപ്പോ ഇതൊന്നും നമ്മൾ രസമായിട്ട് ചിന്തിച്ചാല് മമ്മിയൂരപ്പന്റെ അവിടെ വന്ന് തൊഴുതിട്ടുള്ള ഭക്തന്മാരുടെ ഒരു കണക്ക് സൂക്ഷിക്കുന്ന ഒരാളുണ്ട്. അതാരാ? ഉണ്ണിഗണപതി. ഗണപതി ഉച്ചപൂജ കഴിഞ്ഞ് വിശ്രമിക്കുന്ന മഹാദേവനോട് കണക്ക് ബോധിപ്പിക്കുമ്പോ പറയണത്, അച്ഛനെ നേരിട്ട് വന്ന് ദർശിച്ചവരെ, ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 5000 എന്നൊരു കണക്ക് വെച്ചോളൂ. ഏകദേശം ഒരു 5000. ഉണ്ണിഗണപതി പറയുകയാണ്, അച്ഛനെ വന്ന് നേരിട്ട് ദർശിച്ചവര് 5000. പക്ഷേ അച്ഛന് അമ്മയും കൂടിയിട്ട് അനുഗ്രഹിച്ച ആൾക്കാരുടെ എണ്ണം നോക്കുമ്പോ അത് ഇതിന്റെ ഒരു 5 ഇരട്ടി ഉണ്ട് എന്നാണ്. 25,000. ഇതെന്താ ഇങ്ങനെയെന്നാണ് ഉണ്ണിഗണപതിയുടെ ചോദ്യം. വേറൊന്നുമല്ല. അപ്പൊ മഹാദേവൻ ചിരിച്ചു. അദ്ദേഹം പറയുന്നുണ്ട് തന്റെ ഉണ്ണിയെ നോക്കിയിട്ട്, ഭഗവന്തം വാസുദേവം പ്രപന്ന സപ്രിയോഹിമേ. അതാണ് ഗുരുവായൂരപ്പനെ വന്ന് തൊഴുതിട്ടുള്ള സകല ആൾക്കാരും അവിടെ കിടന്നൊന്നും വട്ടത്തിരിയുന്നുണ്ട്. മഹാദേവാ മമ്മിയൂരപ്പ എന്നും പറഞ്ഞിട്ടേ. ഇത് കാണുന്നുണ്ട് ഉണ്ണിഗണപതി. വയത്തോടും കൂടിയും ചെയ്യണില്ല. പക്ഷേ അച്ഛൻ അനുഗ്രഹിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും ഈ ഗുരുവായൂരപ്പനെ തൊഴുകാൻ വന്ന ആള് ആ ഭഗവതിയുടെ വടക്കേ കിഴക്കേ മൂലയിൽ വന്ന് വട്ടത്തിൽ തിരിഞ്ഞ് ശംഭോ മഹാദേവ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തുണ്ട്? അച്ഛൻ അനുഗ്രഹിച്ചാൽ മകൻ ഉണ്ണിഗണപതിക്ക് അനുഗ്രഹിക്കാണ്ട വയ്യ. ഇതുണ്ടുള്ള ഫലം എന്താ? നമുക്ക് കിട്ടണ ബോണസാണ് ഇതെല്ലാം. ഗുരുവായൂരപ്പനെ ഭജിക്കുമ്പോൾ എന്താ വെച്ചാൽ ഉണ്ണിഗണപതി വിചാരിക്കുന്നുണ്ട്, ഇവൻ ആ മൂലയെ കിടന്നിട്ടാണ് വട്ടത്തിരിഞ്ഞത് എങ്കിലും ഇവന്റെ ആ ജീവിതത്തിലുള്ള വട്ടത്തിരിച്ചിലൊന്ന് മാറിക്കോട്ടെ എന്നുള്ളത്. ഇതാണ് പറയണത്. ഈ ഗുരുവായൂരപ്പനെ ഭജിച്ചാൽ സകല ഈശ്വരന്മാരുടെയും എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവും. സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി.
ആര് എവിടെ നമസ്കരിച്ചാലും ആ നമസ്കാരം ആ ഭഗവാനിലാണ് എത്തണത്. എങ്ങനെയെങ്കിൽ ഒരു ചെടിക്ക് വെള്ളം ആവശ്യമായിട്ട് വന്നു, വാടിയത് എന്ന് കരുതുക. എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ശാഖോപശാഖകളായിട്ട് വെള്ളം നനയ്ക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്യണം? വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ കടക്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നാലോ യഥാതരോർമൂലനിഷേചനേന തൃപ്യന്തി ശാഖ. അതുകൊണ്ട്, കാരണം നമ്മൾ ചെയ്യണതാണതെല്ലാതുവേ. അതുകൊണ്ടാണ് മേൽപ്പത്തൂര് നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവ ആശ്രയാമാ. ആ നിശേഷാത്മാവായിട്ടുള്ള ആ ഗുരുവായൂരപ്പനെ മാത്രം ഞങ്ങള് ആശ്രയിക്കണമെന്ന് പറഞ്ഞത്. ആ ശ്രീകൃഷ്ണ നിശേഷാത്മാവാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഈ ഭഗവാനെ ആരൊക്കെയാണ് ഭജിക്കാൻ വരണത്? 4 തരത്തിലുള്ള ആൾക്കാരാണ് ഭജിക്കുക. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, ഹേ അർജുന, 4 വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ് എന്നെ ഭജിക്കുക. ചതുർവിധ ഭജന്തേ മാം ജനാ സുകൃതിനോർജുന. ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതഋഷഭ. ഇതിൽ ആർത്തന്മാര്, ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്നവര്, ജിജ്ഞാസുക്കള്, അർത്ഥാർത്ഥി അർത്ഥം ദ്രവ്യം ആഗ്രഹിക്കുന്നവര്, ജ്ഞാനീച്ച ജ്ഞാനികള്. ഇവരാണ് ഭഗവാനെ ഭജിക്കുന്നവരിൽ. ഇവരിൽ ഭൂരിഭാഗവും നോക്കിയാൽ കാണാം ആർത്തന്മാരാണ് എന്നുള്ളത്. ഇങ്ങനെയുള്ള ആൾക്കാര് ഈ ഭഗവാനെ ഭജിച്ചാലോ എല്ലാം അനുഗ്രഹിച്ച് മോക്ഷം കൂടിയിട്ട് അനുഗ്രഹിക്കുന്ന നമ്മൾ നേരത്തെ അനുസ്മരിച്ചിട്ടുണ്ട്. മോക്ഷം കൂടി അനുഗ്രഹിക്കുകയാണ്. എന്നാൽ ഈ മോക്ഷം എന്നതിന് വലിയ വലിയ കേമന്മാര് പറഞ്ഞത് എന്താ? ആ വാക്കിനർത്ഥം ജീവാത്മ പരമാത്മയോരൈക്യം എന്നൊക്കെയാണ് അർത്ഥം മോക്ഷം എന്ന വാക്കിന്. അത്രയ്ക്കൊന്നും ആ വാക്കിന് അർത്ഥവ്യാപ്തി കൊടുക്കാതെ മോചനം എന്നർത്ഥം പറഞ്ഞാൽ അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും, എന്തിൽ നിന്നാണ് മോചനം? അപ്പോ ചോദിച്ചാൽ എന്തുണ്ട്? മറച്ചൊരു ചോദ്യം, എന്തിൽ നിന്നാണ് മോചനം വേണ്ടത് എന്നുള്ളത്. ഓരോരുത്തർക്കും ഓരോന്നിനാണ് മോചനം വേണ്ടത്. രോഗത്തിൽ നിന്ന് മോചനം, ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട്. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, എനിക്ക് രോഗമില്ല, ദാരിദ്ര്യമില്ല, ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ കുട്ടികളൊക്കെ സുഖമായിട്ട് അങ്ങനെ കുടുംബമായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു പക്ഷേ എന്ന് പറഞ്ഞു വെച്ചു. എന്താ ചോദിച്ചു? അപ്പൊ പറയുകയാണ്, മനസ്സിനൊരു സമാധാനമില്ല, ദുഃഖം. അപ്പൊ എന്ത് വേണം? ഈ ദുഃഖം ഇല്ലാണ്ടാവണം. അതാണ് ആർത്തഹ എന്ന് പറഞ്ഞത്. നാരായണീയത്തിന്റെ പ്രത്യേകത എന്താ? നമുക്ക് നാരായണീയം ഗുരുവായൂരപ്പനെ കാണിച്ചു തരുന്നത് ദുഃഖമില്ലാതാക്കുന്ന ഒരു വസ്തുവായിട്ടാണ്. നിസ്സഹായരായ നമ്മെപ്പോലുള്ളവർക്ക് ആശ്രയിക്കാവുന്ന ദുഃഖഹന്താവായ ഭഗവാനെ ഓരോ നാരായണീയം ഉപാസകർക്കും നേടിത്തരുന്നതാണ് നാരായണീയം. നിശേഷാത്മാവായ ഗുരുവായൂരപ്പനെയാണ് നാം ആശ്രയിക്കുന്നത്. പരബ്രഹ്മസ്വരൂപനായ ഭഗവാനെ ആശ്രയിക്കുന്നു. ആ ഭഗവാൻ പ്രകാശിക്കുന്നു എന്ന നേരത്തെ പറയലുണ്ടായി. അങ്ങനെ പ്രകാശിക്കണമെങ്കിൽ എന്ത് വേണം? പ്രകാശിക്കണമെങ്കിൽ ഒരു വസ്തു വേണം. തീർച്ചയാണ്, ഇതിന് സംശയമില്ല. ആ വസ്തുവിന് ഒരു രൂപം ഉണ്ടാവണം. അപ്പോ എങ്ങനെയാണ് പരബ്രഹ്മം സ്വരൂപെടുത്തത്? സത്വം യത്തൽ പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവൽ ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ പപുരിത്യ ബഹുശ ശ്രൂയതേ വ്യാസവാക്യം. പ്രപഞ്ചം ത്രിഗുണാത്മികമാണ്. അതായത് സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളോട്, 3 ഗുണങ്ങളോട് കൂടിയതാണ് ഈ പ്രപഞ്ചം മുഴുവനും. അങ്ങനെ ഈ ത്രിഗുണങ്ങള്, അതായത് സാത്വിക, രാജസ,
ഭാവങ്ങളോട് കൂടിയിട്ടാണ് പ്രപഞ്ചത്തിൽ ഇന്ന് കാണുന്നതെല്ലാം തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഓരോന്നിലും അതിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ഭഗവാന്റെ രൂപം സാത്വികമാണ്. സാത്വിക ഭാവം കൊണ്ട്, സാത്വിക ഗുണം കൊണ്ട് ഉണ്ടായതാണ് ഭഗവാന്റെ രൂപം. മറ്റ് ജീവജാലങ്ങള് ഇന്ന് നമ്മൾ കാണുന്നത് എല്ലാം തന്നെ രാജസ താമസ കലകളുടെ ഗുണങ്ങളുടെ കലർപ്പോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റുള്ള ഈശ്വരീയ ഭാവങ്ങളിൽ എന്ത് കാണാം? സാത്വിക രാജസ താമസ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ കാണുന്നുണ്ട്. എന്നാൽ ഭഗവാന്റെ രൂപം സത്വഗുണം കൊണ്ട് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയെങ്കിൽ സത്വഗുണങ്ങളോടുകൂടിയ ഭൂതങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടുമാണ് ഈ ഭഗവാന്റെ വപുസ് ഉണ്ടായിട്ടുള്ളത് എന്ന് വ്യാസ ഭഗവാൻ ഭാഗവതാദികളില് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ രാജസ താമസ ഭാവങ്ങളുടെ കലർപ്പില്ലാത്തതിനാൽ അതുകൊണ്ട് തന്നെ അതീവ നിർമ്മലവും ആയ ഭഗവാന്റെ രൂപം ആച്ഛാദിത പരസുഖജിൽ ഗർഭനിർഭാസരൂപം, ആച്ഛാദനമില്ലാത്ത, അതായത് മറയ്ക്കാത്ത, രാജസ താമസ ഗുണങ്ങളെ കൊണ്ട് മറയില്ലാത്ത, അതാണ് അർത്ഥം. പരമാനന്ദം നിറഞ്ഞ ഹൃദയത്തിൽ മനസ്സിൽ പ്രകാശിക്കുന്നു, തിളങ്ങുന്നു. അപ്പോ ആരുടെ മനസ്സിലാ ഈ ഭഗവാൻ പ്രകാശിക്കുക, പ്രതിബിംബിക്കുക? രാജസ താമസ ഭാവങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഗുണങ്ങളെ കൊണ്ട് മറിയില്ലാത്ത മനസ്സുകൾ. നമ്മൾ പറയാറില്ലേ, ഓരോരുത്തരെ കാണുക സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിനൊരു മറിയില്ലാട്ടോ അയാൾക്ക്, അതങ്ങനെ സംസാരിച്ചാൽ അറിയാം. അതായത് മനസ്സ് ശുദ്ധാണ് എന്നർത്ഥം. ഇങ്ങനെയുള്ള ആ ആൾക്കാര് ആണ് ആൾക്കാരുടെ ഹൃദയത്തിലാണ്, മനസ്സിലാണ് ഭഗവാൻ പ്രതിബിംബിക്കുന്നത്, പ്രകാശിക്കുന്നത്. അവരാകട്ടെ ഇങ്ങനെ പ്രതിബിംബിക്കുന്ന ഭഗവാന്റെ രൂപത്തിൽ ധന്യാ രമന്തേ, ധന്യന്മാര് സുഖം കണ്ടെത്തുന്നു. ആരായി ധന്യന്മാര് എന്ന് പറഞ്ഞാൽ? ഭാഗ്യവാന്മാര് എന്ന് പറഞ്ഞാൽ ഭഗവാന് ഗുരുവായൂരപ്പന് സന്തോഷമാകുന്ന ഏതൊരു കാര്യവും ചെയ്യുന്നവരെ നമുക്ക് ധന്യന്മാര് എന്ന് പറയാം. ഗുരുവായൂരപ്പനെ സന്തോഷിപ്പിക്കുന്ന ആൾക്കാര് ഇന്ന പ്രവൃത്തി കൊണ്ടാണ്, ഇന്നത് ചെയ്തിട്ടാണ് ഗുരുവായൂരപ്പനെ സന്തോഷിക്കുന്നില്ല. കാരണം ഇവിടെ ഗുരുവായൂരപ്പന്റെ സന്തോഷമാണ് ധന്യതയ്ക്ക് അടിസ്ഥാനം. അപ്പൊ ഗുരുവായൂരപ്പന്റെ സന്തോഷം നേടിയെടുക്കുന്നതിനാണ് പ്രാധാന്യം. ഇങ്ങനെ ഗുരുവായൂരപ്പന്റെ സന്തോഷം എടുത്തവരെയാണ് ധന്യന്മാര് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരാണ് രമിക്കണത്. എന്താ ഈ രമിക്കുക എന്ന് പറഞ്ഞാൽ? സുഖം കണ്ടെത്തുക, സുഖിക്കുക. സുഖാനുഭവത്തിന്റെ ഏറ്റവും വലിയ വാക്കാണ് രമിക്കുക എന്നുള്ളത്. ഇനി ആ ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ മറ്റൊരു പ്രത്യേകത അതെന്താ വെച്ചാൽ, ആ സ്വരൂപത്തിന്റെ പ്രത്യേകത അത് ശ്രുതിമതി മധുരേ, ശ്രുതിമധുരമായ സ്വരൂപം. അതുപോലെ മതിമധുരമായ സ്വരൂപം. നമ്മൾ എന്താ സാധാരണയായിട്ട് പറയുക? കേൾക്കാൻ രസമുള്ള സ്വരൂപം എന്ന് പറയൂ. ഈ കേൾക്കാൻ രസമുള്ള സ്വരൂപം, അതുപോലെ കാണാൻ രസമുള്ള വസ്തു. കേൾക്കാൻ രസമുള്ള സ്വരൂപം എന്ന് പറയില്ല, കേൾക്കാൻ രസമുള്ള ശബ്ദം അഥവാ വാക്ക്, ഇതാണല്ലോ പറയുക. കാണാൻ രസമുള്ള വസ്തു, ഇതന്നെയാണ് പറഞ്ഞത്. ഈ ഭഗവാന്റെ രൂപം കേൾക്കാൻ രസമുണ്ട് പറഞ്ഞത് എന്താ? ആ വാക്ക്
ശബ്ദ ബ്രഹ്മ പരം ബ്രഹ്മ മമോഭേ ശാശ്വതീ തനു. ശബ്ദം എന്റെ രൂപമാണ് എന്ന് ഈ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് കാണാൻ രസമുള്ള വസ്തു, കേൾക്കാൻ രസമുള്ളത്, അതാണ് ശ്രുതി മതി മധുരേ എന്ന് പറയണത്. ഒരു ഉദാഹരണം പറയുന്നത്, താമരപ്പൂവ് എന്താ പറയുക? കണ്ണിന് കാണാൻ നല്ല രസമുണ്ട്, ഭംഗിയുണ്ട്. പനിനീർ പൂവ് കണ്ണിന് കാണാൻ നല്ല ഭംഗിയുള്ളത്, കൗതുകമുള്ളത് എന്നൊക്കെ നമ്മൾ പറയും. ഇതുപോലെ ഭഗവാന്റെ സ്വരൂപം, ആ സൗന്ദര്യം, ശ്രുതി മധുരേ, കേൾക്കുമ്പോൾ നല്ല രസാണ്. പിന്നെ കണ്ടാലത്തെ കാര്യം പറയാനുണ്ടോ? ഇപ്പൊ നമ്മള് ഒന്ന് ആലോചിക്കുക വേണ്ടു. എന്ത് നമ്മൾ കേൾക്കുന്നുണ്ട്? അധരം മധുരം, വദനം മധുരം, മധുരാധിപതേ മധുരം മധുരം. ആ ഭഗവാന്റെ ഓരോ അവയവങ്ങളും മധുരം മധുരം, വദനം മധുരം, ഇങ്ങനെ എല്ലാം തന്നെ എന്തുണ്ട്? നയനം മധുരം, എല്ലാം മധുരാണ്. കാണാൻ കണ്ണിന് നല്ല രസാണ്. കേൾക്കാൻ, ഇത് കേട്ടാൽ തന്നെ എന്തുണ്ട്? ഈ മധുരം മധുരം എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിന് നല്ല രസാണ്. അത് പിന്നെ ഈ കണ്ടാലത്തെ കാര്യം പറയാനുണ്ടോ? അതൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഉണ്ണിയായ ഭഗവാനെ ദർശിക്കാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്നു. ഒന്ന് ദർശിക്കുമ്പോഴുള്ള നമ്മുടെ അനുഭവം അത് മാത്രം ആലോചിച്ചാൽ മതി. അതുപോലെ തന്നെ മതിമധുരേ, മനസ്സിന് മാധുര്യമുള്ള വസ്തു, ആ ആകർഷണീയത, ശ്രീകൃഷ്ണ സ്വരൂപം. ഉച്ചപൂജയുടെ സമയത്തെ ആ ചന്ദനൊക്കെ ചാർത്തിയിട്ടുള്ള ഉണ്ണിയായിട്ടുള്ള ഭഗവാൻ ഒന്ന് ആ മന്ദസ്മിതാർദ്ര സുമുഖനായി നമ്മളെ ഇങ്ങോട്ട് കാണുമ്പോ നമ്മളോടൊന്നും പറയാണ്ടേ, ആ നീയും വന്നൂലേ, എന്തേ ഈ മാസം നനക്ക് എന്നെ വന്ന് ദർശിക്കാൻ ഇത്ര വൈകിയത് എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്ന ഭാവത്തില് മന്ദസ്മിതാർദ്ര സുമുഖനായി നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്, മനസ്സിലാക്കണുണ്ട് എന്ന് പറഞ്ഞ് ആ പുഞ്ചിരി കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനൊരു കുളിർമ നൽകിക്കൊണ്ട്, മാത്രല്ല നമുക്കങ്ങനെ ഭഗവാനെ ദർശിക്കുമ്പോൾ കാണുമ്പോൾ തോന്നുന്നുണ്ട്, ഒന്നങ്ങോട്ട് കൈ നീട്ടിയിട്ട് ഉണ്ണീന്ന് ഇങ്ങോട്ട് വിളിച്ചാൽ അവിടുന്ന് ഇങ്ങോട്ട് ചാടി ഇങ്ങോട്ട് വരുന്നു. അത്ര ആകർഷണീയത, ആ മനസ്സിന് മാധുര്യമുള്ള വസ്തു, അതാണ് ആകർഷണീയത എന്ന് പറയുന്നത്. അതാണ് ആ ശ്രീകൃഷ്ണ സ്വരൂപം. മതിമധുരേ. ഇനി ശ്രുതി മധുരേ, രസകരമായിട്ടാണ് പറഞ്ഞാല് കേട്ടിരിക്കുമ്പോ നല്ല കൗതുകം. അതായത് ഈ ഭഗവാനെ കുറിച്ച് പറയണത് കേൾക്കാൻ നല്ല രസം. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. കഥകളെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ അനേകം പുസ്തകങ്ങൾ വായിക്കാറുണ്ടല്ലേ? പുസ്തകത്തിൽ ഓരോ കഥകള്, അങ്ങനെ കഥകളൊക്കെ വായിക്കണ ആൾക്കാരാണല്ലോ നമ്മൾ ഓരോരുത്തരും. ഒന്ന് ആലോചിക്കുക, ഈ നാരായണീയം അല്ലെങ്കിൽ ഈ ഭാഗവതം എത്ര തവണയായി വായിക്കാൻ തുടങ്ങിയിട്ട്? എത്ര കാലായി വായിക്കാൻ തുടങ്ങിയിട്ട്? എത്ര കാലായി നാരായണീയത്തെക്കുറിച്ചും ഭാഗവതത്തെക്കുറിച്ചും കേൾക്കാൻ തുടങ്ങിയിട്ട്? മറ്റു വല്ല പുസ്തകങ്ങളൊന്നും ആയി നോക്കട്ടെ. വിശ്വസാഹിത്യ കൃതികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടെണ്ണം ഉണ്ടല്ലോ. ഇനിയിപ്പം അതും വേണ്ട, നമ്മുടെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കാളിദാസന്റെ ശാകുന്തളം തന്നെ അങ്ങോട്ട് എടുക്കുക. എല്ലാം കൊണ്ടും ഗംഭീരമായിട്ടുള്ള കൃതി. എത്ര തവണ ആവർത്തിച്ച് വായിക്കും? ഏറിയാൽ 2 or 3 തവണ അല്ലേ? എന്നാൽ ഈ നാരായണീയോ അനേകം ആൾക്കാര് എത്ര 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 കൊല്ലങ്ങളായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ വല്ല പുസ്തകങ്ങളാണെങ്കിൽ എന്തോ മൂലക്കിട്ടിട്ടുണ്ടാവും ഇല്ലേ നമ്മള്. അതുമല്ല, പുതിയ പുതിയ ആൾക്കാരൊക്കെ വായിക്കാൻ മോഹം.
പഠിക്കാൻ മോഹം. എന്താ കാരണം? ശ്രുതി മതി മധുരേ എന്ന് തന്നെയാണ് അതിന്റെ കാര്യം. ഭഗവാനെ കുറിച്ച്, ഗുരുവായൂരപ്പനെ കുറിച്ച് എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും നമുക്ക് മതിയാവില്ല. അതന്നെയാണ് അതിന്റെ കാര്യം. മടുപ്പില്ല. പണ്ടൊക്കെ ഈ ഗുരുവായൂര് വൈശാഖ മാസത്തില് 4 സപ്താഹം അങ്ങനെയാണ്. വൈശാഖം അങ്ങോട്ട് തുടങ്ങുമ്പോ ആ സപ്താഹം അങ്ങോട്ട് തുടങ്ങും. പിന്നെ ആ അവസാനിക്കണ വാവ് ദിവസവും അഥവാ അതിന്റെ തലേ ദിവസമാണ് സപ്താഹം കഴിയുക. അങ്ങനെ 4 സപ്താഹം. എന്നാൽ ഈ വൈശാഖത്തിലെ 4 സപ്താഹം പുണ്യമാസം എന്ന് പറഞ്ഞ് കേൾക്കാൻ, അത് ഗുരുവായൂര് അടുത്തുള്ളവരെന്ന് വിചാരിക്കണ്ട, കുറച്ച് ദൂരത്തുള്ളവര്, ജോലിയും കാര്യങ്ങളൊക്കെ ഈ കേരളത്തിന്റെ പുറത്ത് അല്ല ബോംബെയിലോ ഡൽഹിയിലോ ഒക്കെ ജോലിയുള്ള ആൾക്കാര്, അവര് വരും. ലീവൊക്കെ ഉണ്ടാക്കി വരും, നാട്ടിലേക്ക് വരലായി. ഗുരുവായൂരപ്പനെ ദർശിക്കാം, സപ്താഹം കേൾക്കാം, ഇങ്ങനെയൊക്കെ ഇതായിട്ട് അങ്ങനെ 1 മാസമൊക്കെ ലീവ് എടുത്ത് ഇങ്ങോട്ട് വരും. അങ്ങനെ 4 സപ്താഹവും കേൾക്കണം എന്നാണ് വിചാരം. പാപം തീരാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേൾക്കണത്. എഴുന്നേറ്റ് അപ്പൊ എന്തുണ്ട്? ഗുരുവായൂരമ്പലത്തിന്റെ സമ്പ്രദായം എന്താണെങ്കിൽ വേറൊരു ദിക്കിലത്തെ പോലെയല്ല. 5:15 രാവിലെ 5 മണി 5:15 ആവുമ്പോഴേക്കും ശ്രീ സുഖവാച എന്ന ആചാര്യൻ വായിച്ചിട്ടുണ്ടാവും. അപ്പോ അമ്പലത്തിന്റെ അത്ര അടുത്തൊന്നും താമസിക്കാൻ സൗകര്യം കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ലല്ലോ. എഴുന്നേറ്റ് ധൃതി വെച്ച് ഒരു 3-3:30 എഴുന്നേറ്റ് ധൃതി വെച്ച് കാര്യങ്ങൾ നോക്കിയാലാണ് ആ ഭഗവാനെ ഒന്ന് തൊഴുത് ഈ പറയണ 5 മണി 5:15 ആവുമ്പോഴേക്കും വായന തുടങ്ങുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ എപ്പോഴാ അതിന് നിർത്തല്? സമാപനം അന്നത്തെ ദിവസം 6:15 6:30 വരെയാണ് വായന. ഇങ്ങനെ 4 സപ്താഹം ഒന്ന് ആലോചിക്കണം. അങ്ങനെ 4 സപ്താഹവും കേട്ടുകഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ, ഇതെല്ലാം കഴിഞ്ഞ് നമസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോ ആ കോണിന്റെ താഴെ അവര് ചോക്കിയാണ് വന്നിട്ട് പലപ്പോഴും പല ആൾക്കാരും ആ ഗുരുവായൂരപ്പ ഭക്തന്മാര് ഇനി അടുത്ത സപ്താഹം എന്നാണ് ആവോന്നാണ്, എപ്പോഴാ തുടങ്ങണമെന്ന്. കാരണം വേറൊന്നുമല്ല, വേണമെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ചാൽ, ഒരു മെയിൽ അയച്ചാൽ 10 ദിവസം കൂടി ലീവ് കിട്ടും. എന്നാ ഒരു സപ്താഹം കൂടിയാണ് കേട്ടിട്ട് പോവാം. തന്നെയാണ് ചിന്ത. എന്താ കാരണം? ശ്രുതി മധുരേ, ആവർത്തിച്ച് കേൾക്കാൻ ഒരു കുഴപ്പമില്ല, നല്ല രസം. അത് കേൾക്കണ്ടെന്നുള്ള തോന്നലില്ല. നമ്മുടെ കഥയൊന്നും പറയാനില്ലേ, നമ്മുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആരോടെങ്കിലും ഒരാളോട് പറഞ്ഞതെന്ന് വിചാരിക്കുക. എന്താവും അതിന്റെ കഥ? ഒരു തവണ പറഞ്ഞു കഴിഞ്ഞ് 2ാമത് പറയുമ്പോഴേക്കും അപ്പ ചോദിക്കും, ഇതൊക്കെ തന്നെയല്ലേ നിങ്ങൾ ഇന്നലെയും പറഞ്ഞത് എന്നുള്ളത്. എന്നാലോ ഈ നാരായണീയത്തിലോ ഭാഗവതത്തിലോ വേറെന്തെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞാൽ നന്നല്ല. ഗുരുവായൂരപ്പന്റെ കഥകൾ തന്നെയാണ് അതിൽ പറയേണ്ടതേ. കഥ പറയുകയാണ് വേണ്ടത്. ഗുരുവായൂരപ്പന്റെ കഥ പറഞ്ഞില്ലെങ്കിൽ എന്താ പറയുക? കഥ പറഞ്ഞില്ലെങ്കിൽ കഥ അറിയില്ല, കഥ ഇല്ലാണ്ടാവും തന്നെ. അപ്പോ ശ്രുതി മധുരേ, അതുപോലെ മതി മധുരേ. ചിന്തിക്കുക എന്നത് മനുഷ്യ മനസ്സിന്റെ പ്രത്യേകതയാണ്. മനുഷ്യന് മാത്രമാണ് ചിന്താശക്തി ഉള്ളത്. ഈ 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അങ്ങനെ ചിന്തിക്കുന്നവരുടെ ചിന്താശക്തിയെ ആകർഷിച്ച ശക്തിവിശേഷമാണ് ശ്രീകൃഷ്ണൻ. എന്താ കാര്യച്ചാൽ എല്ലാ കാലവും മനുഷ്യന്റെ മനസ്സിനെ ഏത് വിധത്തിലായാലും ആകർഷിച്ചിട്ടേ ഉള്ളൂ ശ്രീകൃഷ്ണൻ. അതിനാൽ മതിമധുരേ. ഉദാഹരണം പറഞ്ഞാല്, ഭാഗവതോത്തമനും വാഗ്മിയുമായ കവിയും ആയിരുന്ന കേമനായിട്ടുള്ള
ഒരാള്, ഓട്ടൂര്. അദ്ദേഹത്തിന്റെ അനേകം കവിതകള്. ആ കവിതകൾക്കൊക്കെ വിഷയം എന്താ? വിഷയം ശ്രീകൃഷ്ണ ഭഗവാൻ. എന്നാൽ ഈ ഭഗവാന്റെ ഏതെങ്കിലും കഥയെക്കുറിച്ചൊന്നുമല്ല ആൾക്കാർ പറയണതേ. അദ്ദേഹം പറയണതേ കഥയെക്കുറിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂതനാമോക്ഷം, ആ കഥ, അതിനെക്കുറിച്ചൊരു കവിത. അങ്ങനെ അല്ല അദ്ദേഹം കവിത രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മനസ്സില് അപ്പപ്പ തോന്നുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ വ്യത്യസ്ത ഭാവങ്ങള്, കുസൃതികള്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് വിഷയങ്ങള്. അദ്ദേഹത്തിന്റെ ഒരു കവിതയിലുള്ളതാണ്: കുട്ടിയെ തട്ടി നീക്കി പാൽ മുട്ടി മുട്ടി കുടിച്ചിടും കുട്ടിയാകുന്ന വേദാന്ത കട്ടയെ കുമ്പിടുന്നു ഞാൻ. എന്താ ഒരു കഥ? കഥയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഉണ്ണിയായ ഭഗവാൻ ആ പശുവിന്റെ പാല് കുടിക്കുന്ന ആ രംഗം, അത് അദ്ദേഹത്തിന് കവിതയായിട്ട് ഇങ്ങോട്ട് വന്നു, അത്ര തന്നെ. ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ വ്യത്യസ്ത ഭാവങ്ങള്, ചുരുക്കത്തില് ശ്രീകൃഷ്ണനാണ് വിഷയം. കാരണം തൻ്റെ മനസ്സിനെ, തൻ്റെ ചിന്തയെ ഇത്ര ആകർഷിച്ചത് ഈ ശ്രീകൃഷ്ണനാണ്, ശ്രീകൃഷ്ണ ഭഗവാനാണ്. അതുകൊണ്ട് മനസ്സിന് മധുരം നൽകിയത് ശ്രീകൃഷ്ണനാണ്. മതിമധുരേ, അതാണ് ഭഗവാനെ കുറിച്ച് അങ്ങനെ പറയണത്. അതുകൊണ്ട് തന്നെ ധന്യന്മാരായിട്ടുള്ള ആളുകള് ആ ഭഗവാന്റെ സ്വരൂപത്തില് രമിക്കുന്നു, സുഖം കണ്ടെത്തുന്നു. അതാണ് ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേതേ തസ്മിൻ ധന്യാ രമന്തേ. ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേതേ, ഭഗവാന്റെ ആ പൊന്നു തിരുമേനിയില് സുഖം കണ്ടെത്തുന്നു. ആ ഭഗവാൻ സ്വരൂപം എടുത്തപ്പോഴത്തെ പ്രത്യേകത എന്താ? അത് നമുക്ക് അടുത്ത ആഴ്ച, അടുത്ത ഇതില് നമുക്ക് അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.